സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയുവാനായി ആഗ്രഹിക്കുന്നത് വിശ്വാസികളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. വിശ്വാസികളെന്ന് അപമാനിക്കുന്ന, പേരിന് വിശ്വാസികളായി നടക്കുന്നവർക്ക് ഇഷ്ടക്കേട് തോന്നുമായിരിക്കും. എങ്കിലും പറയണമെന്ന് തോന്നി. നിങ്ങൾക്കറിയാവുന്നതുപോലെ നമ്മുടെ ഈ രാജ്യത്തിൽ അനേകർ വളരെ സൗഹാർദ്ദത്തിലും സന്തോഷത്തിലും ജീവിക്കുന്നവരാണ്. വിവിധ മതങ്ങളിൽ വിശ്വസിക്കുകയും എളിമയോടെ, അനുകമ്പയോടെ, ശ്രദ്ധേയമായി ജീവിക്കുന്ന അനേക ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. ക്രിസ്തീയ വിശ്വാസഗോളത്തിലേക്കൊന്ന് നോക്കുക. പലവിധ സഭകൾ നമ്മുടെ നാട്ടിലുണ്ട്. അതിങ്ങനെ മിനിസ്ട്രികളായി മാറിക്കൊണ്ട് കുട്ടി സഭകൾ ഒരുപാടുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. നല്ലതാണ്. സഭയുടെ വളർച്ച അത്ഭുതകരമാണ്. എന്നാൽ വചനപ്രകാരമാണോ ഇതൊക്കെയും ഉത്ഭവിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്ന് ചിന്തിക്കുക. ഈയിടെയായി പ്രവാചകൻ എന്ന് പേരെടുത്ത് നടക്കുന്ന ഒരുവൻ സഹാനുവർത്തികളായി കൂടെ നടക്കുന്ന അവരുടെ സഭയിലെ അംഗങ്ങളെ അടിക്കുകയും ഫോൺ വെച്ചെറിയുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ വാർത്തകളിൽ കണ്ടുവെന്ന് കരുതുന്നു. മടിയിൽ കുഞ്ഞിനെയുമായിരിക്കുന്ന ഒരു സ്ത്രീയുടെ നേരെയും അയാൾ എറിയുന്നതും അടിക്കുന്നതും കാണാമായിരുന്നു. കൂടെ നിന്നവർ പ്രതികരിക്കാൻ ശേഷിയില്ലാതെ നിൽക്കുകയാണ്. കാരണം ഉപദ്രവിക്കുന്നയാൾ അവരുടെ പ്രൊഫറ്റ് ജി ആണല്ലോ. നോക്കുക, അപ്പോഴും അവർ അയാളെ പ്രൊഫറ്റ് ജി എന്നാണ് പറയുന്നത്. അതിമാത്സര്യവും ദ്രോഹബുദ്ധിയുമുള്ള പ്രസംഗകന്മാർ, തലയിൽ തൊട്ട് വീഴിക്കുക, കുറേ ആൾക്കാരെ കൂലിക്ക് കൊടുത്ത് അഭിനയിക്കാൻ ഏർപ്പാടാക്കി സഭയെയും യഥാർത്ഥ വിശ്വാസികളെയും വഞ്ചിക്കുകയും പാപാത്മകമായ ജീവിതം നയിക്കുകയും ചെയ്യുക. നമ്മുടെ നാട്ടിലും ഇങ്ങനെയുള്ളവർ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഫോണിൽ കൂടി യേശു സംസാരിച്ചു എന്ന് പറയുക, രോഗശാന്തിയുടെ പേരിൽ തട്ടിപ്പ് നടത്തുക, പണത്തോടുള്ള അത്യാഗ്രഹം മൂലം ഹീനമായ കൃപയില്ലാതെ കാര്യങ്ങൾ ചെയ്യുക, സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുക, പണവും പ്രശസ്തിയും ഇല്ലാതെ വരുമ്പോൾ മറ്റ് സഭകളിൽ പോയി അഭിനയ രോഗശാന്തി നടത്തുക. ഇങ്ങനെ പോകുന്നു ഇവരുടെ പ്രവർത്തനങ്ങൾ. ദുർബലരായ ആളുകൾ രോഗശാന്തിക്ക് വേണ്ടിയും സങ്കട നിവൃത്തിക്ക് വേണ്ടിയും സൗഖ്യമാകുമെന്ന പ്രതീക്ഷയോടെ തങ്ങൾക്കുള്ളതൊക്കെയും ഇങ്ങനെയുള്ള വ്യാജന്മാരുടെ പണപ്പെട്ടിയിൽ ഇടുകയും നിരാശരായി മടങ്ങുകയും ചെയ്യുന്ന അവസ്ഥ. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാവായ ദൈവം ഹൃദയം തകർന്ന് പ്രാർത്ഥിക്കുന്നവരെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. നിങ്ങളുടെ വിശ്വാസത്തോടെയുള്ള സ്വന്തം പ്രാർത്ഥനയാൽ നിങ്ങൾ രക്ഷപ്പെടുകയും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. യേശുവിൻ്റെ കുരിശുമരണത്താൽ നിങ്ങൾക്ക് ദൈവത്തിങ്കിലേക്ക് നേരിട്ട് പ്രവേശനമുള്ളതിനാൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ ഒരു മധ്യമ മനുഷ്യനെ ആവശ്യമില്ല. ആയതിനാൽ കള്ളപ്രവാചകന്മാരെ സൂക്ഷിക്കുക. പ്രിയരെ, ഒരു വ്യക്തിയെ തട്ടി താഴെയിട്ടിട്ട് രോഗശാന്തി നൽകുന്നവനല്ല നമ്മുടെ കർത്താവ്. വീണ് കിടക്കുന്നവരെ സ്നേഹത്തോടെ എഴുന്നേൽപ്പിക്കുന്ന, മനസ്സലിവുള്ള നമുക്കായി ജീവനെ നൽകിയ യേശു നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അറിയുന്നവൻ. പക്ഷപാതമില്ലാതെ നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവ്. അവനെങ്കിലേക്ക് നോക്കുക. ഈ കള്ളപ്രവാചകന്മാരെ പിന്തുണയ്ക്കുന്ന അനേകം ആൾക്കാരെ കാണുമ്പോൾ ഗലാത്യ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഞാൻ ഓർക്കുകയാണ്. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുൻപിൽ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ. ഇവിടെ വിശുദ്ധ പൗലോസ് ഗലാത്യ വിശ്വാസികളോട് ചോദിച്ചതാണിത്. അവർ ബുദ്ധിഹീനരായിരുന്നു. വചനം മനസ്സിലാക്കാൻ കഴിയാതെ ദുർമന്ത്രവാദത്തിനിരയായി. പ്രിയമുള്ളവരെ, ഒരു വിശ്വാസി എന്ന നിലയിൽ ഇതെന്നെ വളരെയധികം ആശങ്കപ്പെടുത്തുന്ന കാര്യങ്ങളിലൊന്നാണ്. പലപ്പോഴും ആളുകൾക്ക് ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവും വിവേചന ശക്തിയും ഇല്ല. ദൈവവചനത്തിലൂടെ ദൈവാത്മാവിനു മാത്രമേ ജ്ഞാനം നിങ്ങൾക്ക് നൽകുവാൻ കഴിയൂ. അന്ധമായിരിക്കുന്ന മനസ്സ് തുറക്കുവാനും ദൈവനാമം ദുഷ്ടതയ്ക്കായി ഉപയോഗിക്കുന്ന ദുഷ്ടമനുഷ്യരുടെ കെണികളിൽ നിന്ന് സംരക്ഷിക്കാനും ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവവചനം എന്താണ് നമ്മെ പഠിപ്പിക്കുന്നതെന്ന് സൂക്ഷ്മമായി തിരയുക. സൂക്ഷ്മ പരിശോധന ചെയ്യുക. ജാഗ്രതയായിരിക്കുക. സ്വന്തം അഭിലാഷ നിവൃത്തിക്കു വേണ്ടിയും അഭിവൃദ്ധിക്കു വേണ്ടിയും പരിശ്രമിക്കുന്ന കഠിന മനസ്സുള്ള പശ്ചാത്താപമില്ലാത്ത ഇത്തരക്കാരെ ഒഴിവാക്കുക. ദൈവത്തെ ഭയപ്പെടാതെ ദൈവത്തോട് മത്സരിക്കുന്ന ദേവദാസന്മാർ എന്ന് സ്വയം അഭിമാനിക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുവെങ്കിൽ എനിക്ക് അവരോട് പറയുവാനുള്ളത്, ദൈവവചനം കേൾക്കുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ഉള്ള ആഗ്രഹത്തോടെ ഉത്സാഹത്തോടെ നിങ്ങളുടെ അടുക്കൽ വരുന്ന ആളുകളെ ഒരിക്കലും ഒരു തരത്തിലും ദുഃഖിപ്പിക്കുവാൻ പാടുള്ളതല്ല. ഈ അവസരത്തിൽ സങ്കീർത്തനം 50-ാം അധ്യായത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഒന്ന് വായിക്കാം. 16 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ദുഷ്ടനോട് ദൈവം അരുളി ചെയ്യുന്നു, നീ എൻ്റെ ചട്ടങ്ങളെ അറിയിപ്പാനും എൻ്റെ നിയമത്തെ നിൻ്റെ വായിലെടുപ്പാനും നിനക്കെന്തു കാര്യം? നീ ശാസനയെ വെറുത്തു, എൻ്റെ വചനങ്ങളെ നിൻ്റെ പുറകിൽ എറിഞ്ഞു കളഞ്ഞുവല്ലോ. കള്ളനെ കണ്ടാൽ നീ അവന് അനുകൂലപ്പെടുന്നു,
വ്യഭിചാരികളോട് നീ പങ്കുകൂടുന്നു. നിന്റെ വായ് നീ ദോഷത്തിന് വിട്ടുകൊടുക്കുന്നു. നിന്റെ നാവ് വഞ്ചന പിണയ്ക്കുന്നു. നീ ഇരുന്ന് നിന്റെ സഹോദരന് വിരോധമായി സംസാരിക്കുന്നു. നിന്റെ അമ്മയുടെ മകനെക്കുറിച്ച് അപവാദം പറയുന്നു. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കുകയാൽ ഞാൻ നിന്നെപ്പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. എന്നാൽ ഞാൻ നിന്നെ ശാസിച്ച് നിന്റെ കണ്ണിൻ മുൻപിൽ അവ നിരത്തിവെക്കും. ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവിൻ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കീറിക്കളയും. വിടിയിപ്പാൻ ആരുമുണ്ടാകിയില്ല. ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ അറിയുന്നതിനേക്കാൾ ദൈവത്തിന് നിങ്ങളുടെ ഹൃദയം അറിയാം. മനുഷ്യരുടെ മുൻപിൽ നിങ്ങളുടെ ഉദ്ദേശങ്ങൾ മറയ്ക്കുവാൻ കഴിയും. എന്നാൽ നിങ്ങളുടെ ദുഷ്ടത ദൈവത്തിൽ നിന്ന് മറയ്ക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളൊരു നല്ല വ്യക്തിയായി നടിക്കാൻ കഴിയും. എന്നാൽ ദൈവവുമായി നിങ്ങൾ ശരിയല്ലെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ദൈവം മുൻപാകെ സ്വയം താഴ്ത്തുക. നിങ്ങൾ വായിച്ചിട്ടില്ലയോ, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടുമെന്നും കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കുമെന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് ഭയങ്കരം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാവേ, ഞാൻ വീണ്ടും പറയുന്നു, ദൈവം മുൻപാകെ സ്വയം താഴ്ത്തുക. കരുണയ്ക്കായി അപേക്ഷിക്കുക. വൈകുന്നതിന് മുൻപ് അവൻ നിങ്ങളുടെ വാക്കുകൾ കേൾക്കും. എപ്പോൾ വേണമെങ്കിലും മുട്ടിയേക്കാവുന്ന അവസാന വാതിലാണോ മരണം. പാപത്തിൽ മരിക്കുന്നവർക്ക് ഒരു തിരിച്ചുവരവില്ലാത്തതിനാൽ നിങ്ങളുടെ മനസ്സ് മാറ്റണം. തിരുവചനം വായിച്ച് ആത്മീയോന്നതി പ്രാപിക്കുക. ദ്രോഹബുദ്ധി, അതിമാത്സര്യം എല്ലാം വിട്ടുകളഞ്ഞ് പരമാർത്ഥതയോടെ കാപട്യമില്ലാത്ത നിഷ്കളങ്കരായി ജീവിക്കുക. ദൈവസന്നിധിയിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസമില്ല. പാപികളും നീതിമാന്മാരും മാത്രം. കർത്താവായ യേശു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ തേടിയാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന യേശുവിനെക്കുറിച്ച് വചനം പറയുന്നു. ആകയാൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യഹോവേ, എൻ്റെ കണ്ണ് നിങ്കിലേക്കാകുന്നു. ഞാൻ നിന്നെ സ്വർണ്ണമാക്കുന്നു. എൻ്റെ പ്രാണനെ തൂകിക്കളയരുതേ. അവർ എനിക്ക് വെച്ചിരിക്കുന്ന കണിയിലും ദുഷ്ടപ്രവൃത്തിക്കാരുടെ കുടുക്കുകളിലും അകപ്പെടാതെ വണ്ണം എന്നെ കാക്കണമേ. ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ.